ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മരുന്ന് കച്ചവടത്തിന് ഇരിക്കുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എന്റെ സ്കിൻ കെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്കിൻ കെയർ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, എന്റെ കയ്യിൽ അങ്ങനെ വലിയ സ്കിൻ കെയർ ഒന്നുമില്ല. അഥവാ ഞാൻ കുറെ ക്രീമും കുറെ സിറവും അതും ഇതൊക്കെ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്റെ വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കിയാലോ. സോ ലെറ്റ് us get into the video. അപ്പൊ ഞാൻ ആദ്യമേ എല്ലാവരും ചെയ്യുന്ന പോലെ മുഖം കഴുകും. മുഖം കഴുകാനായിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ ഇത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഫേസ് വാഷ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണത്തെ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന ഫേസ് വാഷ് ആണിത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ വീണ്ടും ഞാൻ സെയിം ഫേസ് വാഷ് മേടിച്ചു. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല. കീൽസ് കാലൻഡുല ഡീപ് ക്ലെൻസിങ് ഫോമിംഗ് ഫേസ് വാഷ്. ഇതിനിപ്പോ നാട്ടിൽ പോയാൽ ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അത് കാരണം ഇവിടുത്തെ എന്റെ സമയം കഴിയുന്നതോടെ ഈ ഫേസ് വാഷിന്റെയും കാലാവധി കഴിയുന്നതായിരിക്കും. അപ്പൊ നാട്ടിൽ പോയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന എന്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്, മുഖം കഴുകുക രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ചെയ്യുന്ന സ്കിൻ കെയർ ആണ് ടോണർ അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ചെടി എന്തിനാ ഇവിടെ വെച്ചിരിക്കും. ഓക്കെ, ഞാൻ ടോണർ അപ്ലൈ ചെയ്യും. ടോണർ ആയിട്ട് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്റെ ഷോർട്ട് വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഞാൻ എന്റെ ഇവിടുത്തെ റോസപ്പൂക്കളിൽ നിന്ന് റോസ് പെറ്റൽസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇറക്കുമതി ചെയ്തിരിക്കുന്ന റോസ് വാട്ടർ ആണിത്. അപ്പൊ ഇത് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആൾക്കാരുണ്ടാക്കിയ തേയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ റോസ് വാട്ടർ, ഇതും ഞാൻ സ്കിൻ കെയറിന് യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ കെയറിനല്ല, ടോണർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്ട് മറന്നുപോയി. ഈ പ്രോഡക്ട്സ് ഒന്നും പെയ്ഡ് പ്രൊമോഷനോ ഇവരാരും എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. വെറുതെ എനിക്ക് രസം തോന്നി എന്റെ സ്കിൻ കെയർ ഒന്ന് ഷെയർ ചെയ്യാന്ന് തോന്നി ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളാരും ഇതൊന്നും യൂസ് ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് എന്റെ സ്കിൻ കെയർ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ തേഴ്സ് എന്ന് പറയുന്ന ഈ റോസ് വാട്ടർ അത്യാവശ്യം നല്ല ഭയങ്കര റിവ്യൂസ് ഉള്ള ഒരു റോസ് വാട്ടർ ആണ് കേട്ടോ. ഇത് പ്യുവർ റോസ് വാട്ടർ ആണ്. അപ്പൊ ഇത് ഞാൻ ടോണർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ കുറെ വർഷങ്ങൾ, ഒരു 3-4 വർഷത്തോളം ഞാൻ എന്റെ മുഖത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്ന നമ്മുടെ പോൺസിന്റെ ക്രീം ഉണ്ടല്ലോ, പോൺസ് മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 2 ആഴ്ച മുന്നേ വരെ. 2 ആഴ്ചക്ക് മുന്നേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് എനിക്ക് ടെൻഷൻ. എന്താന്ന് ചോദിച്ചാൽ കുറെ നാളായില്ല ഇത് തന്നെ യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോ കുറെ നാൾ ഒരു പ്രോഡക്റ്റ് തന്നെ ഇങ്ങനെ മുഖത്ത് തേച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചെറിയൊരു ടെൻഷൻ വന്നപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, പോൺസിന്റെ മോയ്സ്ചറൈസറിന് ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്തതാണ്. അതല്ലാണ്ട് എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ പോൺസിന്റെ ക്രീമാണ് കേട്ടോ. ഒരു പക്ഷെ ഇത് കാലിയായി കഴിയുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് പോൺസിന്റെ മോയ്സ്ചറൈസറിലോട്ട് തന്നെ പോകും. അപ്പൊ ഇപ്പൊ ഞാൻ പുതുതായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സെറ്റാഫലിന്റെ മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. സാധാരണ ക്രീമും മോയ്സ്ചറൈസർ ഒക്കെ പോലെ ഭയങ്കര മണമൊന്നുമില്ല. ഇതിനൊരു വെറും ഭയങ്കര ഒരു ബ്ലാങ്ക് സ്മെല്ലാണ്. നമ്മൾ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം നടക്കും. ഉദ്ദേശശുദ്ധി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ അതാണ് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫേസ് വാഷ് കഴിഞ്ഞു, ടോണറുകൾ കഴിഞ്ഞു, മോയ്സ്ചറൈസ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ നാട്ടിൽ വെച്ച് ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് നാട്ടില് സൂര്യന്റെ ഒരു ഇന്റൻസിറ്റി എനിക്ക് അത്രയും മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ സൺലൈറ്റ്, എസ്പെഷ്യലി സമ്മറിലൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ തോന്നും. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ ഫോണിലൊക്കെ നമ്മളിങ്ങനെ വെതർ അപ്ഡേറ്റ്സ് തരുന്ന ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ ഭയങ്കര സമ്മറിന്റെ സമയത്തൊക്കെ ഇങ്ങനെ വാണിംഗ് വരും, UV ഇൻഡെക്സ് ഇത്ര ഹൈ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പതുക്കെ UV ഇൻഡെക്സ്, നമ്മുടെ നാട്ടിൽ അങ്ങനെ UV ഇൻഡെക്സിനെ കുറിച്ചുള്ള ഒരു അങ്ങനത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും വാണിംഗ് ആയിട്ടൊന്നും നമ്മൾക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പേടിയായത്. എന്താണ് UV ഇൻഡെക്സ് ഹൈ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ UV ഇൻഡെക്സ് നമ്മുടെ നാട്ടിലെ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അമേരിക്കൻസിന്റെ ഇടയിൽ സ്കിൻ ക്യാൻസർ ഒക്കെ ഭയങ്കര, എനിക്കൊന്നും വൺ ഓഫ് ദ ഹയസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് സ്കിൻ ക്യാൻസർ. അത് കൂടുതലും
ഇവിടെ ഉള്ളവർക്ക് വരാൻ കാരണം അവരുടെ നമുക്കറിയാം സ്കിന്നിന് ദേ ഡോണ്ട് ഹാവ് മെലാനിൻ. മെലാനിൻ എന്ന് പറഞ്ഞ് നമുക്ക് എന്താ ഡാർക്ക് സ്കിൻ ഉള്ളവർക്കാണ് മെലാനിൻ ഉള്ളത്. അപ്പൊ മെലാനിൻ നമുക്ക് ഈ UV റേസിനെതിരെയൊക്കെ പ്രൊട്ടക്ഷൻ തരും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് മെലാനിൻ ഇല്ലാത്ത കാരണമാണ് അവർ കുറച്ചുകൂടെ സ്കിൻ ക്യാൻസർ പ്രോൺ ആയിട്ടുള്ളത്. പിന്നെ UV ഇൻഡെക്സ് കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ടെൻഷനായി. എന്തായാലും പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്റെ കമ്പനിയുടെ തന്നെ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്റെ കമ്പനിയുടെ സൺസ്ക്രീൻ ആണ്, ന്യൂട്രോജിനയുടെ സൺസ്ക്രീൻ. ആദ്യമേ ഞാൻ ഈ ന്യൂട്രോജിനയുടെ തന്നെ വേറൊരു സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുന്ന ഒരു സ്കൈ ബ്ലൂ കളറിലെ ക്യാപ്പ് ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ. അത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് തേച്ച് കഴിയുമ്പോൾ മുഖത്ത് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് വരും. പക്ഷെ ഈ സൺസ്ക്രീൻ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പം ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സൺസ്ക്രീൻ. അപ്പം ഇത്രയും സാധനങ്ങളാണ് എന്റെ മോർണിംഗ് സ്കിൻ കെയറിൽ വരുന്നത്. ലൈക്ക് ഫേസ് വാഷ്, ദെൻ ടോണേഴ്സ്, ദെൻ മോയ്സ്ചറൈസർ ആൻഡ് ഫൈനലി സൺസ്ക്രീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മോളിൽ നമ്മുടെ രാവിലത്തെ പരിപാടി സെറ്റായി. ഇനിയിപ്പോ നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്നു, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെ നിന്നാന്നൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കുളിച്ച് മുഖമൊക്കെ കഴുകി വീണ്ടും ഞാൻ ഈ നമ്മുടെ ഫേസ് വാഷ് വെച്ച് വീണ്ടും മുഖം കഴുകുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം എന്താന്ന് വെച്ചാൽ, ഡോണ്ട് കം നൗ, ഈവനിങ് ഇങ്ങോട്ട് വരുന്നു, ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈവനിങ് ചെയ്യുന്ന എന്താ പറയുന്ന ഫേസ് എന്തോ പറഞ്ഞു ഫ്ലോ പോയി. അപ്പൊ ഞാൻ ഈവനിങ് ചെയ്യുന്ന സ്കിൻ കെയർ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഇതുപോലെ തന്നെ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം, കാസ്റ്റർ ഓയിൽ. ദിസ് ഈസ് ദ ഗെയിം ചേഞ്ചർ. ഈ 2 ഐറ്റംസ് ആണ് എന്റെ ലൈഫിന്റെ അല്ല എന്റെ മുഖത്തിന്റെ ഗെയിം ചേഞ്ചർ ആയിട്ട് പ്രവർത്തിക്കുന്ന 2 ആൾക്കാർ. അപ്പൊ ആദ്യമേ ഞാൻ ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നിങ്ങളോട് പറയാം. അപ്പൊ എന്റെ ഒരു ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാനിപ്പം ദിവസത്തിൽ ഒരു നേരം കുറച്ചൊരു എക്സ്ട്രാ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് നേരെ എന്റെ വയറ്റിൽ പോകുന്നതിന് പകരം മുഖത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നും. കാരണം പെട്ടെന്നാണ് എന്റെ മുഖത്ത് വണ്ണം വരുന്നത്. കുറച്ചൊരു എക്സ്ട്രാ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് മൊത്തം എന്റെ മുഖത്തോട്ടാണ് വരുന്നത്. പെട്ടെന്ന് എന്റെ മുഖം ഭയങ്കര പഫി ആവും. അങ്ങനെ ഒരു ശരീരപ്രകൃതമാണ് എനിക്ക്. ഇപ്പൊ ഞാൻ മെലിഞ്ഞിരുന്നാലും എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ആയിട്ടിരിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഗവേഷണം നടത്തിയപ്പോഴാണ് ഈ ഫേസ് മസാജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചത്. അപ്പൊ ഫേസ് മസാജിങ്ങിന് പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു ഗുവാഷ എന്ന് പറയുന്ന സ്റ്റോൺ. അങ്ങനെയാണ് ഞാൻ ഈ ഗുവാഷയിലോട്ട് എത്തിപ്പെടുന്നതും ഫേസ് മസാജിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ഫേസ് മസാജിങ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരുമെന്ന്. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഫേസ് മസാജിങ്ങിന്റെ എക്സ്പേർട്ട് അല്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ മുഖത്ത് ഈവനിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫേസ് മസാജിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ ഫേസ് മസാജ് ചെയ്യാറ്. അപ്പൊ ഫേസ് മസാജിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒത്തിരി വീഡിയോസും ഒത്തിരി കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. കാരണം ഞാൻ അത് പറഞ്ഞു തന്നിട്ട് അതിന് എന്തെങ്കിലും ഓപ്പോസിറ്റ് എഫക്ട് വന്നാൽ നിങ്ങളുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും ഒന്നും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ അത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ ഫേസ് ആ ഒരു പഫ്നെസ് കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഫ്നെസ് കുറയ്ക്കാൻ മാത്രമല്ല ഫേസിന് ഓവറോൾ ഒരു ഷേപ്പ് വരാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല. ഇപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളൊക്കെ ചെയ്യണം കേട്ടോ. ഒരു 2 ദിവസം ഇത് വെച്ച് ചെയ്തിട്ട് എന്റെ ഫേസ് ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പൊ കഴിഞ്ഞ 5-6 മാസം മുന്നേ ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേനും എന്നെ കണ്ട കുറെ പേര് പറഞ്ഞു മുഖത്തിനൊരു നല്ലൊരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. അപ്പൊ ഇതാണ് കാര്യം എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആക്ച്വലി ഇതിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കിൻ കെയറിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങളത് യൂട്യൂബിൽ നോക്കിയോ ഗൂഗിളിൽ നോക്കിയോ എവിടെയാന്ന് നോക്കി ഫേസ് മസാജിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ നമ്മൾ ഗുവാഷ വെച്ചിട്ട് ഫേസ് മസാജിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യണം. കാരണം ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ ചെയ്യരുത്. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു സ്ലിപ്പറി ആയിരിക്കണം മുഖം. അപ്പൊ അങ്ങനെ എന്ത് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വീണ്ടും റിസർച്ച് നടത്തിയപ്പോൾ ഞാൻ ഈ ഒരു കാസ്റ്റർ ഓയിലിലോട്ട് എത്തിപ്പെട്ടു. ഇതും വേറൊരു ഗെയിം ചേഞ്ചർ ആണ് കേട്ടോ. അപ്പൊ ഈ കാസ്റ്റർ ഓയിലിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. കാരണം ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്തനിങ് ചെയ്യാനും
ആന്റി ഏജിങ്, പിന്നെ ഒത്തിരി 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 മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു സംഭവമാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എന്റെ സ്കിന്ന് നല്ല ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ കാസ്റ്റർ ഓയിൽ തേച്ചിട്ട് ഞാൻ ഇങ്ങനെ രാത്രി മസാജ് ചെയ്യും. എന്ന് കുറച്ചുകൂടെ കാസ്റ്റർ ഓയിൽ പിന്നെ ഇങ്ങനെ മുഖത്ത് മൊത്തം പൊത്തി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ആ കാസ്റ്റർ ഓയിൽ തേച്ചിട്ട് മുഖത്തിങ്ങനെ ഓവർനൈറ്റ് അത് മുഖത്ത് മൊത്തം എണ്ണയാക്കിയിട്ട് കിടന്നുറങ്ങും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും പോലല്ല, കുറച്ചൊരു തിക്കായിട്ടുള്ള ഓയിലാണ്. അപ്പൊ നല്ല മുഖത്ത് ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കുന്ന ഒരു നല്ല സുഖമുള്ള ഫീലിംഗ് ഒന്നും അല്ല. ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത് യൂസ്ഡ് ആയി. പക്ഷെ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. രാവിലെയൊക്കെ ആകുമ്പോൾ മുഖം നല്ല നമുക്കൊരു ഭയങ്കര വ്യത്യാസം അറിയാൻ പറ്റും. സ്കിന്ന് നല്ല സ്മൂത്ത് ആവും. അപ്പൊ ഈ രണ്ട് മസാജിങ്ങും ഈ ഓയിലും കൂടെ ആകുമ്പോഴത്തേനും നല്ല എഫക്റ്റ് കിട്ടും. പിന്നെ കാസ്റ്റർ ഓയിൽ നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, ഇതുപോലെ ക്വാളിറ്റി ഉള്ളത് മേടിക്കുക. ഇപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്ന ഈ കാസ്റ്റർ ഓയിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഇത് കണ്ടോ, ഇത് ഡാർക്ക് കളർഡ് ബോട്ടിലില്, ഇത് ചില്ലിന്റെ കുപ്പിയാണ്. അപ്പം ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ കിട്ടുന്ന കാസ്റ്റർ ഓയിലൊക്കെ ഉണ്ട്. ഞാൻ വായിച്ചപ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല എന്താ പറയുന്ന നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനത്തെ ഡാർക്ക് കളർഡ് ബോട്ടിലുള്ള വെച്ചിരിക്കുന്ന കാസ്റ്റർ ഓയിൽ മേടിക്കാനായിട്ട് നോക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചാണെങ്കിലും ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഇമ്പോർട്ടല്ല, എക്സ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വാട്ടവൽ കേസ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇത് ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര. അപ്പൊ നിങ്ങൾ കാസ്റ്റർ ഓയിലും ഈ ഗുവാഷ എന്ന് പറഞ്ഞ ഈ സ്റ്റോണും ഇതും വലിയ വിലയൊന്നും ഇല്ല, വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. അപ്പൊ ഈ ബാക്കി സാധനങ്ങളൊക്കെ ഒരു ഇതുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഒരു ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ്. എൻ്റെ കയ്യിൽ അധികം സിറമോ, എൻ്റെ കയ്യിൽ വേറെ മോയ്സ്ചറൈസർ അല്ല, എനിക്ക് എൻ്റെ പേര് പോലും പറയാൻ അറിയത്തില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്ക് ചെയ്യുന്ന കാണാമല്ലോ. എന്തൊക്കെയാ ചെയ്യുന്നത്? ഗ്ലൂട്ടാത്തിയം എടുക്കുന്നു, ഗ്ലൂട്ടാത്തിയം കുത്തിവെക്കുന്നു, ഗ്ലൂട്ടാത്തിയം ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നു. ഇവരൊക്കെ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? എങ്ങനെയാ അതിനുള്ള ധൈര്യം കിട്ടുന്നത്? എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ ഗ്ലൂട്ടാത്തിയോൺ സേഫ് ആണോ അല്ലയോ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്ത് സംഭവം തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ പോൺസിന്റെ ക്രീം തന്നെ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഒരു സാധനം നമ്മൾ കുറെ നാൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ചെറിയൊരു പേടിയായി. കാരണം ഞാൻ ഫാർമസി ബാക്ക്ഗ്രൗണ്ട് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഒരു മരുന്നിന്റെ കാര്യങ്ങളെ കുറിച്ച് കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കര ബ്യൂട്ടി പ്രോഡക്ട്സിന്റെയും ഇതിന്റെയും വണ്ണം കുറയ്ക്കാനായിട്ട് ഉള്ള മരുന്ന് കഴിക്കുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുള്ള ധൈര്യമുള്ളവർ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ ബോഡി അല്ല വേറൊരാളുടെ ബോഡി എന്ന് പറയുന്നത്. ഒരാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. ഇന്റേണൽ ആയിട്ട് ഒരാളുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കഴിവതും ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉള്ളിലോട്ടെടുത്ത് വെറുതെ നമ്മൾ സ്കിന്നിന് ഇച്ചിരി കളർ കുറഞ്ഞിരുന്നാലോ അതൊന്നും വലിയ വിഷയമൊന്നും അല്ലല്ലോ. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതല്ലേ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എസ്പെഷ്യലി കാസ്റ്റർ ഓയിലൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ പിന്നെ സ്കിൻ ടോണറായിട്ട് നിങ്ങൾക്കൊക്കെ നാട്ടിലൊക്കെ റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാൻ ഈസി അല്ല. റോസ് വാട്ടർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. വെറുതെ റോസ് പെറ്റൽസ് ഇട്ട് വെള്ളം തിളപ്പിക്കുക, അരിച്ചെടുക്കുക. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ നേരം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. പുറത്ത് വെച്ചാൽ അത് കേടായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. കുറെ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് റോസ് വാട്ടർ ടോണർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയാനായിട്ട്. ഇപ്പൊ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ ഞാൻ ഭയങ്കര ടാഗ് ലൈൻ ഒക്കെ തന്നാൽ അതൊരു മിസ്ലീഡിങ് ആയിരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് എനിക്ക് ഇത്ര പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. ഇത് കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് ഗുവാഷയുടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്ത് പറയാം, അതിനും എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ അതിന്റെ എക്സ്പേർട്ട് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അത് കാരണമാണ്. പക്ഷെ നിങ്ങൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഞാനും എന്റെ സ്കിൻ കെയർ പ്രോഡക്ട്സുമായിട്ട് വിട വാങ്ങിയാണ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.